Hi, Mr. Asher. Hello. Nowadays, people are using the term red flags, red flags, red flags. So ultimately, where this red flags takes us is to toxic relationship, alle? Correct. So, as a clinical psychologist, toxic relationship ne kurichu Asher sir enda parayanullathu? ഇപ്പം ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് എടുത്താലും ഇപ്പം അതൊരു ലവേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈ ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ മെന്റലി അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു നോർമൽ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടേണ്ട കുറേ സാധനങ്ങളുണ്ട് അല്ലേ. സോ നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂഡ് ആയിട്ട് ഫീൽ ചെയ്യണം അല്ലേ, ഫീലിംഗ് സെക്യൂർഡ് അല്ലേ, റെസ്പെക്ട് അല്ലേ, ഈ സാധനങ്ങൾക്ക് നമുക്കൊരു നോർമൽ റിലേഷൻഷിപ്പ് കിട്ടേണ്ട കാര്യമാണ്. പക്ഷെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫീലിംഗ് ആങ്ഷ്യസ്, ഫീലിംഗ് ഡിസ്റെസ്പെക്ട്, ഓക്കെ, ഫീലിംഗ് അൺവേർത്തി, ഒരു സെൽഫ് ഡൗട്ട്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ ടോക്സിസിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ചിലർക്ക് ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും അവരുടെ പാർട്ട്ണർ, ഓക്കെ, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. നീ ഇങ്ങനത്തെ സ്ഥലത്തേ പോകാൻ പാടുള്ളൂ, നീ ഇങ്ങനത്തെ ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഈ ഒരു ലിമിറ്റ് ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിനെ ഭയങ്കര ലിമിറ്റ് ചെയ്യും. നീ ഇവരോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ചിലപ്പം ഗേൾസ് ആണെങ്കിൽ ഗേൾസിനോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ബോയ്സിനോട് സംസാരിക്കാൻ പാടില്ല, ഓക്കെ, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ചില കേസിൽ കണ്ടിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ഭയങ്കര റെസ്ട്രിക്ട് ചെയ്യും ഭയങ്കരമായിട്ട്. ഓക്കെ, സോ പലർക്കും പല രീതിയിലായിരിക്കും. സോ കൺട്രോളിങ് വൺ ഫാക്ടറാണ്. രണ്ടാമത്താണ് സെൽഫ് ഡൗട്ട്. ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള പാർട്ണർ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കോൺസ്റ്റന്റ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നീ അങ്ങനെയാണ്, നിനക്ക് ഇങ്ങനെയാണ്, നീ കാരണമാണ് എല്ലാം സംഭവിക്കുന്നത്. ഫാമിലിയിൽ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ അയൽവക്കത്തുള്ള കല്യാണം മുടങ്ങി പോയിട്ടുണ്ടേ വരെ പറയും നീ കാരണമാണ്. സോ അത്രത്തോളം തരത്തിലുള്ള ഈ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ തോട്ട്, ഓക്കെ, അതെ, സെൽഫ് ഡൗട്ട്, ഓക്കെ, ഞാനാണോ ശരിക്കും ഈ റീസൺ, ആ തരത്തിലുള്ളൊരു തോട്ട് നമുക്ക് വരും. ഓക്കെ, സോ അതൊരു ഫാക്ടർ. മൂന്നാമത്താണ് ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്യും. ഓക്കെ, ഡിസ്റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ബ്ലെയിം ചെയ്യുക, അതുപോലെ തന്നെ ബോഡി ഷെയിം ചെയ്യുക, അതൊരു വലിയ ഫാക്ടറാണ് ബോഡി ഷെയിമിങ് അല്ലേ. അത് ആർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. സോ ഇപ്പം ബ്ലെയിമിങ്ങിന്റെ കാര്യം വരുമ്പോൾ ഇപ്പം ഒരു ഫാമിലിയിൽ എല്ലാവരും ഒത്തിരിക്കാന്ന് കരുതാം, ഒത്തുകൂടിയിരിക്കാന്ന് പറയാം. ചിലപ്പോൾ അതിന്റെ മിഡിൽ ഒരു ഫൺ ടോപ്പിക് ആയിട്ട് പോലും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആ പാർട്ട്ണറാണ്. വേറൊരു ഫാക്ടറാണ് ഇമോഷണൽ അൺഅവൈലബിലിറ്റി. ഇവിടെ വരുന്ന കൂടുതൽ ഇതുപോലത്തെ കേസുകൾ നമ്മൾ കാണുന്നതാണ് ഇമോഷണൽ അൺഅവൈലബിലിറ്റി. കാരണം അവൾ അവൈലബിൾ ആയിരിക്കില്ല, മേ ബി ഫിസിക്കലി അവൈലബിൾ ആയിരിക്കും, പക്ഷെ മെന്റലി ആയിരിക്കത്തില്ല. ഓക്കെ, സോ ഏതൊരു ടൈപ്പ് ഒരു വുമന്റെ ഇതെടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കുറെ ടൈംസ് ഉണ്ട്. എല്ലാ ടൈമിലും വേണ്ടെന്നല്ല, പക്ഷെ കൂടുതൽ വേണ്ട കുറെ ടൈംസ് ഉണ്ട് അല്ലേ. സോ ഒന്ന് പീരീഡ്സിന്റെ ടൈം അല്ലെ, രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിന്റെ ടൈം. ഈ ടൈമിൽ പോലും ഒരു ടോക്സിക് പാർട്ട്ണർ ആണെങ്കിൽ ആൾ അവൈലബിൾ ആവത്തില്ല. ഓക്കെ, ആളുടെ ആ ഒരു സെൽഫിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ലിറ്റിൽ ബിറ്റ് സെൽഫിഷ്. ഓക്കെ, ആളുടെ വർക്ക് കാര്യങ്ങളിൽ മാത്രമായിട്ട് എന്ത് ചെയ്യും, ഇൻവോൾവ് ആയിരിക്കും. അവിടെയും ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സർ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഐ കുഡ് feel that how much does the partner get affected by such toxic relationship. Is there any phases of toxic relationship where you gradually turn into a toxic person, or how does it go? Normally ഒരു ഫേസസ് ഉണ്ട്, ഒരു 4 ഫേസസ്. ചിലയിടത്ത് ചിലപ്പോൾ 5 അങ്ങനെയൊക്കെ കാണാം, പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, സോ അത് എങ്ങനെയാണ് എന്നല്ല, ബട്ട് നോർമലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആ ഒരു ടോക്സിക് പാറ്റേൺ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഇസ് ലവ് ബോംബിംഗ്. ഓക്കെ, അതൊരു ഇനീഷ്യൽ ഫേസ് ആണ്. ഓക്കെ, ലവ് ബോംബിംഗ് എന്ന് വെച്ചാൽ എന്താ, ഒരു പാർട്ട്ണർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ലവ് കൊടുക്കുക, നീയാണ് എൻ്റെ എല്ലാം, ഓക്കെ, ആ ഒരു തരത്തിലുള്ള സാധനം. ഓക്കെ, നീയാണ് എനിക്കെല്ലാം, ആ ഒരു തരത്തിൽ ഭയങ്കരമായിട്ട് ഇത് എന്താ പറയാ, ലവ്, സപ്പോർട്ട്, കെയർ കാര്യങ്ങൾ വാരി കോരിയും കൊടുക്കും. ഭയങ്കരമായിട്ട്. ഓക്കെ, സോ പക്ഷേ ആ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ട് ആൾക്ക് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർ അല്ലെ, സോ ഓപ്പോസിറ്റുള്ള ആൾക്ക് ആ ഒരു ഫീൽ വരും. ഓക്കെ, ഇയാളുടെ സെന്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഞാനാണ്, ഇയാളുടെ ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ ഞാനാണ്, ആ തോട്ട് വരും. ആ ഒരു തോട്ട് കാരണം തന്നെ എന്ത് ചെയ്യും, ഇമോഷണലി ഇവർ രണ്ടും അറ്റാച്ച്ഡ് ആവും. ഓക്കെ, ഈ ആള് അയാളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. പക്ഷേ ഇവിടെ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ, ഓക്കെ, ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായിട്ട് കഴിയുമ്പോഴേക്ക് രണ്ടാമത്തെ സ്റ്റേജ് ഉള്ളൂ. അതാണ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ടോക്സിക് പാർട്ട്ണറിനല്ല, കൂടെയുള്ള ആൾക്ക്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കത്തില്ല ഉണ്ടാവുക, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒരു ചെറിയ ചേഞ്ച് നമുക്ക് കാണാൻ തോന്നും. ഒരു
ഇമോഷണൽ അൺഅവൈലബിലിറ്റി, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കുന്ന പോലെ തോന്നും, അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്ന പോലെ തുടങ്ങും. സോ എവിടെയൊക്കെ നമുക്ക് ഭയങ്കര കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നും, ഓവർ പൊസസീവ്നെസ്, ഇതൊക്കെയാണ് നമുക്ക് ആ സ്റ്റേജിൽ കാണാൻ പറ്റുക. അപ്പോഴേക്ക് ഈ ഒരു പാർട്ട്ണർക്ക് എന്തോ ഒരു തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടാവും, ഈ പണ്ട് കണ്ട ആളല്ലല്ലോ ഇപ്പോൾ, എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഫേസ് ആണ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ടോക്സിക് ആയിട്ടുള്ള വ്യക്തിക്കല്ല, കൂടെ ഉള്ള പാർട്ട്ണർക്കാണ്. ഓക്കെ, തേർഡ് ആണ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ ഭയങ്കരമായിട്ട് പുതിയ, ബട്ട് അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. മൂന്നാമത്തെ ഫേസ് പറയുമ്പോഴേക്ക് ഓവർ പൊസസീവ്നെസ്, നീ പുറത്തു പോകാൻ പാടില്ല, നീ വേറൊരാളെ കാണാൻ പറ്റത്തില്ല, ആരും ഭയങ്കര റെസ്ട്രിക്ഷൻസ്, ടൂ മച്ച് റെസ്ട്രിക്ഷൻസ്, ഫാമിലി മെമ്പേഴ്സിനോട് പോലും മിണ്ടാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, ഓക്കെ, പുറത്തു പോകാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ സ്ലീവ്ലെസ് ക്ലോത്ത്സ് ഇടാൻ പറ്റത്തില്ല, ഓക്കെ, അല്ലെങ്കിൽ ആ കളർ ഇടാൻ പറ്റത്തില്ല, അത് പെട്ടെന്ന് ആൺകുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും, ഇങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കും. സോ ഫോർത്ത് സ്റ്റേജ് പറയുമ്പോൾ ലവ് അഗെയിൻ, ഒരു ഹണിമൂൺ ഫേസാ. അതായത് അത്രയും കാലം ഉണ്ടായിരുന്ന ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ അതിലോട്ട്, എക്സാക്ട്ലി. സോ ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഫസ്റ്റ് സ്റ്റേജ്. സോ അവിടുന്ന് ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഈ പാർട്ട്ണറെ കണ്ടത് അതുപോലെ തന്നെയായിരിക്കും. ഓക്കെ, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക. ഒരു മലയാളം മൂവി ഉണ്ട് ജയ ജയ ഹേ, അതിൽ കാണാം കുറച്ച് സീൻസ്. എന്താ പറയാ, ഈ വൈഫ് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഇയാൾ പോയിട്ട് ഫിസിക്കലി അടിക്കും. പക്ഷെ അതിന്ന് പുറത്തു വരാനുള്ള ഒരു മാർഗമായിട്ട് ഇയാൾ കാണുന്നത് മസാല ദോശ എന്ന് വാങ്ങി കൊടുക്കുന്നത് അല്ലേ. സോ ആ രീതിയിലായിരിക്കും ഇതും. സോ അത്രത്തോളം ടോക്സിസിറ്റി അനുഭവിച്ച ഒരാൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇയാളുടെ മാറ്റം, ആ ഒരു കൺഫ്യൂഷൻ വീണ്ടും ഉണ്ടാക്കും. അപ്പോൾക്ക് വീണ്ടും ഒരു ഹോപ്പ് വരും, ഡിവോഴ്സ് വേണോ വേണ്ടതില്ല, ആ തീരുമാനം അപ്പം അങ്ങോട്ട് മറക്കും, വീണ്ടും എന്ത് ചെയ്യും, പഴയ പോലെ ഹണിമൂൺ ഫേസിലോട്ട് പോകും. പക്ഷെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് അതിന് പുറത്ത് വരാനും ബുദ്ധിമുട്ട്. കാരണം അതൊരു സെയിം സ്റ്റെപ്പാണ്. അതായത് ഈ പറഞ്ഞ പോലെ തേർഡ് ഫേസിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഈസിലി ആ പാർട്ട്ണർക്ക് അത് ബ്രേക്ക് ചെയ്തിട്ട് പോരാൻ പറ്റും. പക്ഷെ ഫോർത്ത് ഫേസ് ആണ് അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. കാരണം ഫോർത്ത് ഫേസിൽ എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, അവർക്ക് ഈ പറഞ്ഞ പോലെ ഓക്കെ ശരിക്കും ഇയാൾ വീണ്ടും ലവ് ചെയ്യുന്നുണ്ടോ, സോ എന്തോ ചെറിയൊരു സിറ്റുവേഷനിൽ ഇയാൾക്ക് സംഭവിച്ചായിരിക്കുന്നവരുടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഫോർഗീവ് ചെയ്യും, വീണ്ടും നമ്മൾ അതിലോട്ട് പോകും. അതുകൊണ്ടാണ് ആ ടോക്സിക് പാറ്റേൺ അങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. Oh, now that you explain the cycle, all the toxic relationships that I had is coming to my mind. How do we manage such toxicity? സോ ടോക്സിക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ചെയ്യാവുന്നത് ഒന്ന് സെറ്റ് ബൗണ്ടറീസ്. ഓക്കെ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. അപ്പം ഒരു പാർട്ട്ണർ മെയിൻലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ് ഒരു പ്രശ്നം അല്ലേ. സോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ ഇപ്പം ഓപ്പോസിറ്റുള്ള ഒരാൾ ആളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, ഇത്രത്തോളം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന്റെ അങ്ങോട്ടുള്ളത് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ യെല്ലിങ് ആയാലും അതുപോലെ തന്നെ എന്താ പറയുക കൺട്രോളിങ് ആയാലും ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, അത് ഓപ്പൺ ആയിട്ട് പറയാം. മെയിൻ ആയിട്ട് ഇപ്പം ഓപ്പൺ ആയിട്ട് പറയാത്തതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, അവർക്ക് ഈ കോൺസിക്വൻസസിനെ കുറിച്ചുള്ള പേടി. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം എന്ത് പറ്റും, ഫാമിലിയിൽ നിന്ന് അവർ അവോയ്ഡ് ചെയ്യോ, ഞാനിപ്പോൾ ഈ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി എന്തെങ്കിലും കരുതോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നെ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യോ, അല്ലെങ്കിൽ എനിക്ക് ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റത്തില്ലേ. സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു പേടി കാരണമാണ് കൂടുതൽ ആൾക്കാർക്കും ആ ടോക്സിക് റിലേഷൻ പുറത്തു വരാനുള്ള ഒരു ഡിസിഷൻ തന്നെ എടുക്കാനുള്ള പേടി. പക്ഷേ ഞാൻ പറയുന്നത് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എന്താ പറയുക സൈക്കോളജിക്കൽ സ്റ്റേജ് ഡെവലപ്മെന്റ് സ്റ്റേജസിലുള്ളതാണ്. മുമ്പിൽ കാണുന്നില്ലെങ്കിൽ അതില്ല എന്നാണ് അർത്ഥം. ഓക്കെ, മുന്നിൽ ഒരു ബ്ലാങ്ക് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ദാറ്റ് ഡസന്റ് മീൻ അങ്ങോട്ട് ഇല്ല എന്നല്ല, അതിന് മുമ്പിൽ എന്തൊക്കെയോ ഉണ്ട്, നമ്മൾ അത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, കോൺസിക്വൻസസിനെ കുറിച്ച് തിങ്ക് ചെയ്യണ്ട. തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഡിസിഷൻസ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ സഫർ ചെയ്യേണ്ടത് നമ്മളാണ് അല്ലേ.